മലയോര ജനതയുടെ അതിജീവന പ്രശ്നം കേരളം നിരന്തരം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിജീവിക്കാനുള്ള വഴികൾ പല വഴി തേടുന്നുമുണ്ട് ആ ജനത, അത് സത്യമാണ്. പക്ഷേ വഴിക്കടവിലൊരു 15 വയസ്സുകാരന്റെ മരണത്തിന് കാരണമായത് അത്തരം അതിജീവന ശ്രമങ്ങളല്ല. അത് കൃത്യമായി കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി ലക്ഷ്യമിട്ട് അതിന്റെ വിപണന സാധ്യത ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്തതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നാട്ടുകാരാണ്. അങ്ങനെ മൃഗങ്ങൾക്ക് വെച്ച കെണിയിൽപ്പെട്ട് 15 വയസ്സുള്ള ഒരു കുഞ്ഞ് നഷ്ടമാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് അനുവദിക്കാൻ തന്നെ കഴിയുന്ന ഒന്നല്ല. പക്ഷേ അത് വഴിക്കടവാണ്, അത് നിലമ്പൂരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ അതിനെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമാണ്, രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന തലത്തിൽ ചർച്ച ചെയ്തു. ഒരു കുഞ്ഞു ജീവൻ വോട്ടിന്റെ ത്രാസിൽ വെച്ച് തൂക്കി നോക്കിയോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ: കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമക്കാല, CPM-ൽ നിന്ന് ശ്രീ ജെക്സി തോമസ്. ആ നാട്ടുകാരൻ ഇതേപോലെ മൃഗങ്ങൾക്ക് വേണ്ടി കെണിവെച്ച ഇടത്തുനിന്ന് മനുഷ്യൻ മരിച്ചുപോയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊരു നാട്ടുകാരൻ, ആ കുടുംബത്തിൽ നിന്ന് ശ്രീ ആബിദ് ഓട്ടുപാറ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റജി നമ്മളോടൊപ്പമുണ്ട്. ഒപ്പം ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുനിലും നമ്മളോടൊപ്പം തത്സമയം ചേരും. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ചർച്ചയിലേക്ക് പ്രേക്ഷകർക്കും. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, നീതിയേ അല്ല എന്ന് നമുക്ക് കൃത്യമായി ഉറപ്പുള്ള ഒരു ജീവനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 15 വയസ്സുള്ളൊരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുക ഏത് സാഹചര്യത്തിലും പൊറുക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് അന്യായമായി അനധികൃതമായിട്ടാണെങ്കിൽ ക്ഷമിക്കാനേ പാടില്ല. പക്ഷേ ഇന്നലെ അതിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുണ്ടായ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ ഉണ്ടായോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്? അങ്ങനെയാണ് CPM ആരോപിക്കുന്നത്. അല്ല, ഇപ്പം CPM-ന് എങ്ങനെ വേണമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് എന്താണ് വിഷയം? ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണ്. കഴിഞ്ഞ 2 ദിവസം വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. എന്നാൽ ഈ വലിയ പെരുന്നാൾ നടക്കുന്ന ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അനന്തു എന്ന് പറയുന്ന 15 വയസ്സുകാരൻ വിദ്യാർത്ഥി, 10ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെടുന്നത്. അനന്തുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയുടെ ഭാഗമായിട്ടല്ലല്ലോ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് സർക്കാരിന് ഒഴിയാൻ കഴിയുമോ? ഈ അടുത്ത സമയത്ത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം ഇത്തരത്തിൽ വന്യജീവി ആക്രമണവും അനുബന്ധ പ്രശ്നങ്ങളും മൂലം നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. മൂത്തേടത്ത് സരോജിനി എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടത് വന്യജീവി ആക്രമണത്തിലാണ്. മണി കരുളയിൽ 10 ദിവസത്തെ ഗ്യാപ്പിലാണ് കരുളയിൽ മണി മരണപ്പെട്ടിട്ടുള്ളത് വന്യജീവി ആക്രമണത്തിലാണ്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ പന്നിക്കണി, ഈ പന്നിക്കണിയിലൂടെ മരണപ്പെട്ടിട്ടുള്ളവർ മാസങ്ങൾക്ക് മുമ്പ് രാമകൃഷ്ണപിള്ള മരണപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ മെയ് 26-ാം തീയതി അബ്ദുൾ റഷീദ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യജീവനുകളും ഇത്തരത്തിൽ ഫോറസ്റ്റിൻ്റെയും KSEB-യുടെയും സർക്കാരിൻ്റെയും വീഴ്ച മൂലം മരിച്ചു വീഴുമ്പോൾ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു നിൽക്കണം എന്നാണോ പറയുന്നത്? സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് രാഷ്ട്രീയം. അങ്ങനെയുള്ള രാഷ്ട്രീയം സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം ഞങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ രാവിലെ പാർട്ടി സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതിനു മുൻപ് അവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടത് കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അന്ന് അവിടെ ആരെയും കണ്ടില്ല. ഇന്നിപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ കോലാഹലം മുഴുവൻ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോ അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ വോട്ട് നോക്കിയും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും നോക്കിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണോ നടത്തുന്നത്? അത് നിലമ്പൂർ പ്രദേശത്തേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നത്. ഈ നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ള സരോജിനിയുടെയും അതുപോലെ തന്നെ മണിയുടെയും ഒക്കെ മരണം നടന്നപ്പോൾ അവിടെ സരോജിനിയുടെ മരണസ്ഥലത്തേക്ക് സ്ഥലം MP കൂടിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ട് വന്നിരുന്നു. അവരെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ജനങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ഈ പന്നിക്കടി മൂലം മരണപ്പെട്ടപ്പോഴും ഇവിടെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ നടത്തുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് മൂലമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രതിഷേധം, ആ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയിൽ UDF-ന്റെ നേതാക്കന്മാർ ഏറ്റെടുക്കുമ്പോൾ, അതിലൊരു പ്രതിഷേധം നടത്തുമ്പോൾ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താ വേവലാതി? എന്താ പറയുന്നത്? ഇവിടെ സംസ്ഥാനത്തെ വനമന്ത്രി എന്താ പറഞ്ഞിട്ടുള്ളത്? വനമന്ത്രി പറഞ്ഞത് ഇത്തരത്തിലൊരു കുട്ടി മരിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രതിഷേധം ആരംഭിച്ചു എന്നാണ് മലപ്പുറത്ത്. ഈ മലപ്പുറത്ത് നിങ്ങളുടെ റിപ്പോർട്ടർമാർ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മലപ്പുറം ജില്ലയിലുണ്ടല്ലോ. മലപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്രതിഷേധം ഇന്നലെ നടന്നതായി നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഇവിടെ ഈ കുട്ടി മരണപ്പെട്ടതിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. 7-7:30 മണിയോടെ വാഹനം തടഞ്ഞതടക്കമുള്ള സംഭവങ്ങൾ ഈ നാട്ടുകാർ തന്നെ, വഴിക്കടവുകാർ തന്നെ അറിയുന്നതിന് മുമ്പ് നിലമ്പൂരിൽ അത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
അതാ ഞാൻ പറയുന്നത്, CPM-ന്റെ നേതാക്കന്മാർക്ക് സ്ഥലജല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് കിളി പോയിരിക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയാമോ? ഈ വിഷയമുണ്ടായി, ആ കുട്ടിയുടെ ഡെഡ് ബോഡി നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ അവിടെ പോയ ഒരാളാണ്, ആദ്യം എത്തിയ ഒരാളാണ് ഞാൻ. ആ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. സ്വാഭാവികമായി ഞാൻ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അവർക്ക് പനിയായത് മൂലം അവർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. പിന്നീട് പ്രാദേശിക നേതാക്കന്മാരോട് ഞാൻ സംസാരിച്ചു, ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി. അതിനുശേഷം ഇത് സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്. നേരത്തെ തന്നെ KSEB അറിയിച്ചതിന് ശേഷവും KSEB ഇടപെടാത്തത് മൂലമാണ് ഇത്തരത്തിലൊരു ജീവൻ നഷ്ടപ്പെട്ടതെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യക്ഷ സമര പരിപാടികൾക്ക് ഞങ്ങൾ രൂപം നൽകിയത്, ആലോചിച്ചത്. അപ്പോൾ ആ പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കുക രാത്രി 10 മണിക്കാണ്. 7:30 മണിക്ക് നടന്ന സംഭവമാണ്. 10 മണിക്കാണ് പ്രത്യക്ഷ സമര പരിപാടികൾ ആരംഭിക്കുന്നത്. ഏകദേശം 12 മണി വരെ ഞങ്ങൾ ആ റോഡ് ഉപരോധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 12 മണി വരെ ഉപരോധിക്കുമ്പോൾ ആ റോഡിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ, 2 ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ആദ്യത്തെ 15 മിനിറ്റ് അത് ഉണ്ടായില്ല. പക്ഷേ അതിനുശേഷം പോലീസ് അത് ഇടപെട്ട് വഴിതിരിച്ചു വിട്ടു. പിന്നെ പ്രതിഷേധക്കാർ മാത്രമാണ് ആ റോഡിൽ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടെ, ആ 2 മണിക്കൂറും ഒരാൾ പോലും ഈ പ്രതിഷേധക്കാരെ മറികടന്ന് പോകാൻ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ആ റോഡിൽ കുത്തിയിരിക്കുന്ന പ്രവർത്തകരെ മറികടന്ന് മാത്രമേ ആശുപത്രിയിലേക്ക് പോകൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് ആ പ്രവർത്തകരുടെ ഇടയിലേക്ക് വാഹനവുമായി കടന്നു വരികയായിരുന്നു. നിങ്ങളുടെ റിപ്പോർട്ടർമാർ അപ്പോഴും അവിടെയുണ്ട്. ഏതെങ്കിലും ഒരു വാഹനം നടുറോഡിൽ കുത്തിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ മറികടന്നുകൊണ്ട് പോയിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് A. വിജയരാഘവന് മാത്രം അങ്ങനെ പോകണമെന്ന ആശങ്ക ഉണ്ടായത്, അദ്ദേഹത്തിന് അങ്ങനെ നിർബന്ധ ബുദ്ധി ഉണ്ടായത്? സ്വാഭാവികമായും അവിടെ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ അതിനിടയിലേക്ക് A. വിജയരാഘവനെ പോലെയുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ അത് മറികടന്ന് പോകാൻ ശ്രമിച്ചാൽ അവിടെ ഇരുന്ന കുട്ടികൾ അവിടെ തടഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തടയുക തന്നെ ചെയ്യും. അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. പ്രതിഷേധ വേദിയിൽ വെച്ച് തന്നെ, പ്രതിഷേധ വേദിയിലെ 10 മീറ്റർ അപ്പുറത്ത് മാറി നിന്നു, ആ 10 മീറ്റർ അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ശ്രീ വിജയരാഘവൻ മാധ്യമങ്ങളെ കണ്ടല്ലോ. ആരെങ്കിലും എതിർത്തോ? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സംവിധാനത്തിന്റെ തകരാറ് കൊണ്ട്, സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ രാഷ്ട്രീയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വേർഷനായി ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. വനമന്ത്രിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ, അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ തട്ടിപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കർശനമായ നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്താനും ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വികാരപരമായി അവരെ രംഗത്തിറക്കുകയും, ഒരു ഉദാഹരണം ഞാൻ പറയാം. നിലമ്പൂരിൽ ഈ വിവരം അറിഞ്ഞ് നാട്ടുകാർ അറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ. അതെങ്ങനെ പ്രകടനം നടന്നത്? നിലമ്പൂരുകാർ വിവരം അറിഞ്ഞിട്ടില്ല, വഴിക്കടവുകാർ വിവരം അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ മലപ്പുറത്ത് UDF-ന്റെ പ്രകടനം നടന്നല്ലോ. ശ്രീ ജെക്സി തോമസ്, മന്ത്രി AK ശശീന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു തരത്തിൽ ആശ്വാസമുണ്ട്. കാരണം അദ്ദേഹം സാധാരണഗതിയിൽ കോപ്പി പേസ്റ്റ് എന്ന രീതിയിലാണ് ഈ വന്യമൃഗ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കാറ്. ഇപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് ഗൂഢാലോചനാ സിദ്ധാന്തം മുന്നോട്ട് വെക്കാൻ അറിയാം. എന്താണ്, ഇതൊരു വീണു കിട്ടിയ അവസരമാണോ അതോ അവസരം ഉണ്ടാക്കിയതാണോ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങേക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി വിശദീകരിക്കുന്ന രീതിയെ അങ്ങൊന്ന് പറഞ്ഞു തരാമോ? അങ്ങയുടെ ചോദ്യം വനം മന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള എൻ്റെ വിശദീകരണത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും പരിമിതമായ ഒരു എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ അതിനൊരു വിശദീകരണം നൽകാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഈ വാർത്തയിൽ അങ്ങ് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും, സാധാരണഗതിയിൽ ഏതു മരണവും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നതാണ്. സ്വാഭാവികമായി അത് കുട്ടികളുടെ മരണമാകുമ്പോൾ അതിൻ്റെ ഒരു പ്രകടശേഷി 10 മടങ്ങ് മേലെയാണ്. പ്രത്യേകിച്ച് 15-14 വയസ്സൊക്കെയുള്ള, മാത്രമല്ല ഞാൻ അവിടെ നിന്ന് കേട്ട വിവരങ്ങൾ വസ്തുതാപരമെങ്കിൽ വീടിൻ്റെ മുറി നിറയെ ചിത്രങ്ങൾ വരച്ചിരുന്ന, വായിച്ച് വളരുവാൻ വേണ്ടിയിട്ട് ആപ്തവാക്യം എന്നതുപോലെ തൻ്റെ മുറിക്കുള്ളിൽ വാചകങ്ങൾ എഴുതി വെച്ച, ജീവിതത്തെക്കുറിച്ച് നിറമുള്ള പ്രതീക്ഷകളൊക്കെയുള്ള നല്ല സർഗാത്മക ശേഷിയുള്ള ഒരു കുട്ടിയെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാഷ്ട്രീയ പതാകകളുടെ വ്യത്യാസങ്ങൾക്ക് അതീതമായും മറ്റു കാര്യങ്ങൾക്കൊക്കെ അപ്പുറവും മനുഷ്യരെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അക്കാര്യത്തിൽ വേദന പങ്കിടുന്നവരാണ്. ആ കുടുംബത്തിൻ്റെ സവിശേഷകരമായ ദുഃഖത്തോടൊപ്പം നമ്മളെല്ലാവരും ഏറിയും കുറഞ്ഞും ചേർന്ന് നിൽക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മളത് നിർവഹിക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഉണ്ടാകുന്ന മരണങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ ഇവിടെ സൂചിപ്പിച്ചു.
അവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ ഇപ്പോഴത്തെയും ഇന്നലത്തെയും ഒക്കെ പ്രതികരണം യഥാർത്ഥത്തിൽ സത്യസന്ധമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനായി പറഞ്ഞ ഒരാൾക്ക് ചേർന്നതുള്ളതാണോ എന്ന പ്രബലമായ ന്യായമായ സംശയം ഈ ചർച്ചയുടെ ആമുഖത്തിൽ തന്നെ ഞാൻ പങ്കുവെക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഇപ്പോഴുള്ള വിശദീകരണത്തോടുള്ള എൻ്റെ പ്രതികരണമെന്ന നിലയിലല്ല, ഇന്നലെ രാത്രി മുതൽ ഇന്നിപ്പോൾ ഈ ചർച്ചയുടെ തുടക്കം വരെ കാണുന്ന അദ്ദേഹത്തിൻ്റെ ആകത്തുകയായിട്ടുള്ള പ്രതികരണങ്ങളോടുള്ള എൻ്റെ ഒരു റെസ്പോൺസ് എന്ന നിലയിൽ കണ്ടാൽ മതി. കാരണം അങ്ങൊന്ന് പരിശോധിച്ച് നോക്ക്, ഇന്നലെ മുതൽ ഈ ഒരു നിമിഷം വരെ അദ്ദേഹം പറയുകയാണ് ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. അദ്ദേഹം മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേയറ്റം കുശാഗ്രമായ ബുദ്ധിയോടുകൂടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയും പറയുന്നു ഇന്നലെ രാത്രി മുതൽ ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണ്. അതായിരുന്നു ഇവരുടെ ആകെ പ്രതികരണം. പക്ഷെ അങ്ങ് ശ്രദ്ധിച്ചില്ലേ, ഇപ്പോൾ അങ്ങ് വനമന്ത്രിയുടെ പ്രതികരണത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചു. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനത് വിശദീകരണം നൽകാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണ് എന്നുള്ള UDFൻ്റെ ആകെ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയുടെ മുതൽ UDF സ്ഥാനാർത്ഥിയുടെ വരെ പ്രതികരണത്തോട് എന്ത് തെളിവ്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എവിടെ നിന്ന് ലഭിച്ച വിവരം, തങ്ങളുടെ മുമ്പിൽ സംഭവിച്ച മരണങ്ങളെ സംബന്ധിച്ച് അപൂർവമെങ്കിലും അവിടെ ഉണ്ടായ മരണങ്ങളെ സംബന്ധിച്ച് ആ UDFൻ്റെ പ്രതിനിധിയുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചല്ലോ. ഒരു മണിയുടെ പേര് വിശദീകരിച്ചു, ഒരു അബ്ദുൾ റഷീദിന്റെ പേര് വിശദീകരിച്ചു, 2 പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വിശദീകരിച്ചു. 2 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ അവിടെ മരണപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. എവിടെ വഴി തടഞ്ഞു? കേരളത്തിൽ ആകെ പ്രവർത്തിക്കുന്ന നേതാവായതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങ് നിലമ്പൂർ ആശുപത്രിയുടെ മുമ്പിൽ പോയി നിന്ന് ആശുപത്രിയിലേക്ക് ഒരു മനുഷ്യനെ കയറാനും കടക്കാനും പറ്റാത്ത വിധത്തിൽ അങ്ങയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടത്തിയത്. നിലമ്പൂരുകാരനായ DCCയുടെ പ്രസിഡന്റ് ഇവിടെ പോയി, അങ്ങ് ചോദിച്ചോ എന്തുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായില്ല? സ്വന്തം നാട്ടിൽ ഒരു ജില്ലയിലെ കോൺഗ്രസിനെ ആകെ നയിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസിന്റെ ആകത്തുകയായിട്ടുള്ള അഭിപ്രായ പ്രകാരം കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റ് എന്ന് അവരവകാശപ്പെടുന്നയാൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമായി നിലമ്പൂർ മാറിയപ്പോൾ ഇങ്ങനെ ഒരു പൊറാട്ട് നാടകം നടത്തിയപ്പോൾ ആ പൊറാട്ട് നാടകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എന്തേ നിലമ്പൂരുകാരനായ DCC പ്രസിഡന്റ് എന്തുകൊണ്ട് വന്നില്ല? നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഗവൺമെന്റ് സ്പോൺസേഡ് മർഡർ എന്ന നട്ടാക്കുരുക്കാത്ത ശുദ്ധ നുണ ആങ്കർക്കറിയായിരിക്കും, കോൺഗ്രസ് നേതാവിന് അറിയില്ലെങ്കിൽ പോലും. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന വിസ്തൃതനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ഇല്ലേ? പട്ടിണി മരണങ്ങളെ സംബന്ധിച്ച് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ചിത്രത്തിന്റെ ഉടമ അദ്ദേഹമായിരുന്നു. കഴുകൻ കണ്ണുകളോടുകൂടെ വിശന്ന് വലയുന്ന കുഞ്ഞ് മൃതപ്രായനായി മാറുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും മരണത്തിന് ശേഷം ആ കുഞ്ഞിനെ തിന്നുന്നത് ആഗ്രഹത്തോടുകൂടെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന കഴുകന്റെ ചിത്രം പകർത്തിയത് കെവിൻ കാർട്ടർ ആയിരുന്നു. പക്ഷേ പിന്നീട് ന്യൂയോർക്ക് ടൈംസിൽ അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. ലോകമാകെ തിരക്കിയത് പട്ടിണിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിത്രം അർത്ഥപൂർണമാണ് എന്ന് വിശദീകരിക്കാൻ മാത്രമല്ല, ലോകത്തിന് അറിയേണ്ടത് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു. ആ മാധ്യമ പ്രവർത്തകന്, ഫോട്ടോഗ്രാഫർക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. കെവിൻ കാർട്ടർക്ക് സംഭവിച്ചത് എന്താണ്? അദ്ദേഹം സ്വന്തം ബൈക്കിൽ നിന്നും പുകക്കുഴലിൽ നിന്നൊരു ട്യൂബ് മൂക്കിലേക്ക് കടിപ്പിച്ച് വെച്ച് മലഞ്ചെരുവിൽ നിന്ന് താഴേക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഒരു വാചകം വേറെ ആരോർത്തിട്ടില്ലേലും കോൺഗ്രസ് പ്രതിനിധി അങ്ങോർത്ത് വെച്ചു. ലോകമെമ്പാടുമുള്ള പട്ടിണി മൂലം മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കൊണ്ട് എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, എന്റെ രാത്രികൾ നിദ്രാവിഹീനമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മടങ്ങുകയാണെന്ന് എഴുതി വെക്കേണ്ടതായി വന്നു. നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘം നിലമ്പൂർ ആശുപത്രി കവാടം ഉപരോധിച്ചത്. എന്നിട്ട് പറയുന്നു സർക്കാർ സ്പോൺസേഡ് എന്ന്. എന്തടിസ്ഥാനത്തിൽ, എന്ത് വിവരത്തിൽ? ഞാൻ പറയട്ടെ, 2 വാചകം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തോടുള്ള എന്റെ റെസ്പോൺസ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ലക്ഷണമൊത്ത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വൈദ്യുതി മോഷ്ടാവായ ഒരു കള്ളൻ അല്ലേ, പന്നിനെ വൈദ്യുതി മുഖാന്തരം കരണ്ടടിപ്പിച്ച് കൊന്ന് പന്നിമാംസം വിറ്റ് ഉപജീവനം നടത്തുന്ന വൈദ്യുതി മോഷ്ടാവായ രാഷ്ട്രീയമുള്ള ഒരു കള്ളൻ അല്ലേ, ആ കള്ളൻ സ്വീകരിച്ച മോഷ്ടാവിന്റെ സമീപനത്തെ തുടർന്ന് നിരപരാധിയായ 15 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിക്ക് മരണപ്പെടേണ്ടതായി വന്നു. ആ കള്ളൻ കൊന്നുകളഞ്ഞതാണ് ആ വിദ്യാർത്ഥിയെ. അതിനെന്താ സർക്കാരുമായിട്ട് ബന്ധം? വൈദ്യുതി മോഷ്ടിച്ചാൽ എങ്ങനെ KSEB അതിന് ഉത്തരവാദിത്തമാകും? അതിലെങ്ങനെ സർക്കാർ അതിന് ഉത്തരവാദിത്തമാകും? ഇത്തരത്തിൽ വൈദ്യുതി കമ്പി ഉപയോഗിച്ച ഇത്തരത്തിൽ കെണികൾ ഉണ്ടാക്കുന്നുണ്ട് തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ഇതിപ്പോൾ പരിക്കേറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ അമ്മയടക്കം പറയുന്നുണ്ട്. അതിൽ ഇടപെട്ടില്ല KSEB എന്നിടത്താണ് ആ സർക്കാരിന്റെ സംവിധാനത്തിന് പിഴവ് ചൂണ്ടിക്കാണിക്കുന്നത്. എനിക്ക് മറ്റതിലേക്ക് പോകേണ്ടതുണ്ട്. എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. വനം മന്ത്രി ഇതൊരു അവസരമായി കിട്ടിയതാണോ അതൊരു അവസരം ഉണ്ടാക്കിയതാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നയിടത്ത് ഇത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന ഉന്നമുണ്ടോ?
തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. അതിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നു വനം മന്ത്രിയുടെ ആകെയുള്ള പ്രതികരണത്തിന്റെ സത്ത എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് ഗൂഢാലോചന എന്ന ചോദ്യത്തെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പങ്കുവെച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചോദ്യം അർത്ഥരഹിതമാണോ, പരിപൂർണമായ ഒരു പച്ചക്കള്ളമോ ഒരു നുണയോ? തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് കോൺഗ്രസ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുമോ ഇല്ലയോ? ഈ ചോദ്യമായിരിക്കുമല്ലോ സ്വാഭാവികമായി കേൾക്കുന്ന എല്ലാവർക്കും തിരികെ ചോദിക്കാനുള്ളത്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് സ്പോൺസർഡ് മർഡറൊക്കെ പരാതിരഹിതമായി പരിക്കേൽക്കാതെ അവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു വിജയോജിപ്പുമില്ല. പക്ഷെ വനം മന്ത്രിയുടെ കോൺഗ്രസ് ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള സംശയം അന്യായമാണോ? എന്താണ്? ഞാൻ 3 ഉദാഹരണങ്ങൾ പറയാം. അല്പമാസങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടായ വഴിക്കടവിൽ നിന്ന് അല്പ കിലോമീറ്ററുകൾക്ക് മാറിയാൽ തുവൂരിലെത്താം. ആ തുവൂരിൽ ഇദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രതിനിധിയുടെ സഹപ്രവർത്തകനായ ഒരു വിഷ്ണു ഉണ്ടായിരുന്നു. UDYF അതാണല്ലോ കോൺഗ്രസ് പ്രതിനിധി ആവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായ സുഹൃത്തായ ഒരു വനിത സുജാതയെ സ്വന്തം വീടിന് മുമ്പിൽ കൊന്നു കുഴിച്ചിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ UDYF ഉണ്ടല്ലോ, കോൺഗ്രസ് പ്രതിനിധി ഇപ്പൊ വിശദീകരിച്ച നേരത്തെ പറഞ്ഞ മുഴുവനും ഞാൻ കേട്ടിരുന്നു. അല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും രാഷ്ട്രീയ മറുപടിയായിരുന്നു. അത് മുഴുവനും ഞാൻ കേട്ടിരുന്നു. എന്റെ ചോദ്യത്തിന് മറുപടി പറയണം എന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടു. അങ്ങ് അതിൽ വനം മന്ത്രി പറഞ്ഞത് ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ്, ചോദ്യത്തിന്റെ മറുപടിയായിട്ട് തന്നെയാണ് വനം മന്ത്രി പറയുന്നത്. പക്ഷെ അവിടെ അവസരം ഉണ്ടാക്കിയെടുത്തതാണോ എന്നതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ കൊലപാതകമാണോ, അത് കോൺഗ്രസ്സുകാരനല്ലേ പ്രതി എന്ന് ചോദിക്കുന്നു. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ ഉറ്റ സുഹൃത്തല്ലേ ചോദിക്കുന്നു. ഇത് രാഷ്ട്രീയ അറിവോട് നടത്തിയ കൊലപാതകമെന്ന് ഉന്നമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് അതിന് മറ്റുദാഹരണങ്ങൾ പറഞ്ഞു പോകരുത്. അങ്ങയുടെ ആദ്യഘട്ടത്തിൽ മുഴുവനും ഞാൻ കേട്ടിരുന്നു. ഉദാഹരണങ്ങൾ പറഞ്ഞു പോകരുതെന്ന് അങ്ങ് വാശി പിടിച്ചിട്ട് കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും മാധ്യമങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ളതല്ല. എനിക്ക് വേണമെങ്കിൽ അങ്ങ് സംസാരിച്ചു തുടങ്ങിയ നിമിഷം അങ്ങ് ഈ ചർച്ച ഇത്രയും തുടങ്ങി അങ്ങാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അങ്ങനെ ഇഷ്ടക്കുറവുള്ള ഒരാളാണ് ഞാനെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ഈ 3ാമത്തെ സെന്റൻസിൽ ഇടപെട്ട് സംസാരിക്കാമായിരുന്നു. അങ്ങ് പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയ മറുപടിയും ഞാൻ കേട്ടു. ജെകെ മുഴുവൻ രാഷ്ട്രീയ മറുപടിയും കേട്ടതിന് ശേഷം എന്റെ ചോദ്യത്തിൽ നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വെച്ചത്. അങ്ങ് കേട്ടില്ല. ഇനി കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, എനിക്ക് മുന്നോട്ട് പോകാം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതായത് സുജാത എന്ന് പറയുന്ന സ്ത്രീയെ സ്വന്തം വീടിന് മുമ്പിൽ കുഴിച്ചിട്ടിട്ട് ആ കൊലപാതക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കോൺഗ്രസിന്റെ ചെറിയ നേതാവായിരുന്നില്ല. ഈ നിലമ്പൂരിന് സമീപമുള്ളിടത്ത മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. പോലീസ് കൈയോടെ കൂടെ പിടിച്ചു. നിസ്കാരപ്പായിൽ വെച്ച ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു പറഞ്ഞ് പച്ചക്കള്ളം തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചിട്ട് ആ സ്ത്രീ തന്നെ ഈ കോൺഗ്രസും ലീഗും ചേർന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ നബീസ നമ്മുടെ ഈ പ്രദേശത്തിന് തൊട്ടപ്പുറയുള്ള കോഴിക്കോട് നാദാപുരത്തുണ്ട്. ചവറയിലെ സരസൻ നമ്മളുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ എത്ര കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ അതുകൊണ്ടാണ് ഗൂഢാലോചന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. നിലമ്പൂരിലും ഇതേപോലെ തന്നെ ചെയ്തതാണോ ശരി എന്ന് നിങ്ങൾ സംശയിക്കുന്നു. അതാണ് ഞാൻ അങ്ങയുടെ മറുപടിയിൽ നിന്ന് എടുത്തത്. ശരി, ശ്രീ ആബിദ് ഒട്ടുപാറ, അങ്ങയുടെ കുടുംബത്തിൽ നിന്നാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ഇതേപോലെ ഒരു കെണിയിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു പോയത്. അതിന്റെ വേദന, അതെങ്ങനെ സംഭവിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ അങ്ങേക്കും ആ നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട്. ഇതിപ്പോ ഇന്ന് രാവിലെ ഈ വാർത്ത വായിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ ഒന്ന് പുറകോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 5ഓ 8ഓ ഇടത്ത്, കേരളത്തിൽ ഇന്ന ഇടത്ത് എന്നില്ലാത്ത തരത്തിൽ കർഷകർ മൃഗക്കണിയിൽപ്പെട്ട് കരണ്ടടിച്ച് മരിച്ചു പോകുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരികയാണ്. മൃഗങ്ങൾ ഒരു വഴിക്ക്, മനുഷ്യൻ മറ്റൊരു വഴിക്ക് എന്ന് പറയുന്ന ഈ അനീതി, അതിനൊരു പരിഹാരം വേണ്ടേ ശ്രീ ആബിദ് ഒട്ടുപാറ? തീർച്ചയായും വേണം. എൻ്റെ ഭാര്യ പിതാവാണ് മരിച്ചത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് സംഭവം നടന്നത്. രാവിലെ പുലർച്ചെ 5:30 മണിയോടുകൂടി സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇവിടെ താഴെയുള്ള കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ മീൻ കണ്ടപ്പോൾ മീൻ പിടിക്കാൻ നിന്ന സമയത്താണ് തോടിൻ്റെ അരികിലുള്ള ഈ കെണി കാണാതെ അതിൽ ചെന്നപ്പെടുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്തത്. ഇതേ സെയിം സംഭവം തന്നെയാണ് നടന്നത്. അതായത് ഈ ഇറച്ചിയാക്കി വെക്കുന്നൊരു പ്രവണതയാണ് അവർക്കുണ്ടായിരുന്നത്. അത് ഇതുവരെ അധികൃതർ അതിൻ്റെ ഒരു ശക്തമായ ഒരു അന്വേഷണമോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. ഒരു പ്രതിയെ മാത്രമാണ് പിടിച്ചത്. 3 പ്രതികളുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതിൽ 2 പ്രതികളെ ഇതുവരെ അവർ ഒന്നും ചെയ്തിട്ടില്ല. കസ്റ്റഡിയിൽ എടുക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളോ അന്വേഷണം നടക്കുന്നതായി പറയുന്നുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ അവർ എടുക്കുന്നില്ല. അതേപോലെ തന്നെ ഞാൻ DFO ഓഫീസിൽ ഇന്നലെ പോയിരുന്നു. അവർ പറയുന്നത് അവർക്ക് ഈ വൈൽഡ് ലൈഫിൻ്റെ ഒരു ഇൻഫർമേഷനും, അതായത് ഇതേപോലെയുള്ള ഇറച്ചി മാംസം ആക്കി വെക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളും ഇതുവരെ പോലീസിൽ നിന്ന് ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നത്. കാരണം ഈ മരണം സംഭവിച്ചതിൻ്റെ ദുഃഖം ആചരണവും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്.
അപ്പോൾ അവർ പറയുന്നത് ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് തെളിവെടുക്കാനാണ് അവരത് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് എന്നാണ് അവിടുത്തെ ഓഫീസറുടെ അടുത്തുനിന്ന് മറുപടിയായിട്ട് ശ്രീ ആബിദോട്ട് പറ, ഈ KSEBയുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തോ? ഇത് ഇലക്ട്രിസിറ്റി മോഷ്ടിച്ചാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ KSEBയുടെ പരാതി കൊടുത്തോ? KSEB അതെ 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 KSEBയുടെ ചെന്ന് അന്വേഷിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് ഇതേ സെയിം ഇത് തന്നെയാണ് അവർ പറയുന്നത് ഇത് കറണ്ട് മോഷ്ടിച്ചിട്ടാണ് ചെയ്തത് എന്നുള്ളതിന് അവർക്ക് റിപ്പോർട്ടൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല. ഇത് ഇവിടെ വന്ന് എല്ലാവർക്കും ആ സമയത്ത് കണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കറണ്ട് മോഷ്ടിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നില്ല. അതിനെതിരെയുള്ള ഒരു കേസോ അല്ലെങ്കിൽ ആക്ടോ കാര്യങ്ങളോ ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ട് തരുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ലാതെ കെണിവെക്കുന്നിടത്ത് KSEB കൊണ്ട് കണക്ഷൻ ഒന്നും കൊടുക്കില്ലല്ലോ. ഇത് എന്ത് തരം മറുപടിയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരിപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയിട്ടില്ല. അവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ കറണ്ട് പിടിച്ചിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അവനക്ക് രണ്ട് പേര് കൂടെ ഉണ്ട് കൂട്ടുപ്രതികളായിട്ട്. അവരിപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ശരി, ശ്രീ ആബിദോട്ട് പറ, ഞാൻ അങ്ങയിലേക്ക് വരാം. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS സുനിൽ കൂടി നമ്മളോടൊപ്പം. അതിനു മുമ്പ് ശ്രീ റെജി, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ റെജി, ഇന്നിപ്പോ രാവിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ സമയത്ത് അങ്ങ് അവിടുത്തെ വാർഡ് മെമ്പറാണ്, അങ്ങ് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ഉറ്റ സുഹൃത്താണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഇത്തരത്തിൽ വൈദ്യുതി മോഷണവും ഇത്തരത്തിൽ വൈദ്യുതി കെണികൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവണതയൊക്കെ ഉണ്ട് എങ്കിൽ ലോക്കലായിട്ടുള്ള ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്കിത് അറിയാൻ കഴിയുന്നതാണ്, നിങ്ങൾക്കിത് ആക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ പരാതി നാട്ടുകാർക്കുണ്ട്. ഇന്നിപ്പോൾ പരിക്കേറ്റ് കിടക്കുന്ന കുട്ടിയുടെ അടക്കം പറയുന്നുണ്ട്, ഞങ്ങളങ്ങനെ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപകടകരമായ ചില പ്രവണതകൾ സ്വന്തം നാട്ടിലുണ്ടായിട്ട് അതിനെ ചെറുക്കാൻ കഴിയാതെ പോയത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളിൽ പഞ്ചായത്തിനേക്കാൾ കൂടുതൽ ജാഗ്രത പുലർത്തി നടപടി എടുക്കേണ്ടത് സ്വാഭാവികമായിട്ട് KSEBയും വനം വകുപ്പും ഒക്കെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള ഈ പരിക്ക് പറ്റിയ അല്ലെങ്കിൽ മരണപ്പെട്ട കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. അവർ തന്നെ KSEBയ്ക്കും അവർ തന്നെ പോലീസിലും ഫോറസ്റ്റിനുമൊക്കെ ഇത്തരം പരാതികൾ മുൻപ് കൊടുത്തിട്ടുള്ളതായിട്ട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ എന്ത് നടപടിയാണ് ഈ വനംവകുപ്പിനോ അല്ലെങ്കിൽ KSEBയ്ക്കോ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പഞ്ചായത്ത് തന്നെ നേരിട്ട് പരാതി കൊടുത്താൽ മാത്രമേ നടപടി എടുക്കാൻ കഴിയുള്ളൂ. പഞ്ചായത്തിന് നേരിട്ട് പരാതി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഇതിനു മുൻപും സമാനമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇല്ലല്ല, പഞ്ചായത്തിന് നേരിട്ട് പരാതി കൊടുക്കാൻ ഞാൻ പറയട്ടെ പറയാൻ അവതരിപ്പിക്കും. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും പാനലിലുള്ള ജേക്ക് പി തോമസിന് മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോയി. ഈ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വഴിക്കടവിൽ ഈ കുട്ടി മരണപ്പെടാനുണ്ടായ സാഹചര്യമാണ്. അതിൽ വനംവകുപ്പ് മന്ത്രിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഉന്നയിച്ചിട്ടുള്ള അടിസ്ഥാനരഹിതമായ അത്യന്തം ഹീനമായ ഒരു ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയാൻ നിങ്ങളുടെ ആവർത്തിച്ച ചോദ്യം തയ്യാറായിട്ടില്ല. ഞാൻ പറയുന്നത് വഴിക്കടവിലെ 10ാം വാർഡിലെ വഴിക്കടവിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഴിക്കടവ് അവരുടെ സ്വന്തം വാർഡിൽ വഴിക്കടവിലെ ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസിൻ്റെ പരിധിക്ക് ഏറ്റവും അടുത്ത് ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചപ്പോൾ അതൊരു 600 മീറ്റർ ബാലൻസ് ഉണ്ടായിരുന്നു, വിടവുണ്ടായിരുന്നു. ആ വിടവിലൂടെയാണ് നിരന്തരമായി കാട്ടാനകൾ ഈ പ്രദേശത്തേക്ക് കടന്നു കയറുന്നത്. ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചറുടെ ഓഫീസിൻ്റെ മൂക്കിന് ചുവട്ടിൽ അവരുടെ ഓഫീസിനോട് ചേർന്നിട്ടാണ് ഈ ആനകൾ കടന്നു കയറുന്നത്. ആ കരാറെടുത്ത നബാർഡിന്റെ ഫണ്ട് 25 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഹാങ്ങിങ് ഫെൻസിംഗ് പൂർത്തിയാക്കിയത്. വനംവകുപ്പിനെ കുറിച്ച് എന്ത് പറയണമെന്നേ ശ്രീ ആബിദോട്ട് പറ, എനിക്കറിയില്ല. അത് നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ ശ്രീ ജേക്ക് സി തോമസ് മുൻപ് ഉള്ള ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് തീപിടുത്തമുണ്ടായ സമയത്ത് വനമന്ത്രിയോട് അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ അപാകതയില്ലേ, കുറവില്ലേ, അവിടുത്തെ സംവിധാനങ്ങളിൽ കുറവില്ലേ, ബീച്ച് റോഡിലെ ഫയർഫോഴ്സ് ഓഫീസിൽ അപര്യാപ്തതയില്ലേ എന്നൊക്കെ. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ചോദിക്കാമോ എന്ന നിലയ്ക്കാണ്. പക്ഷേ ഈ ദുരന്തത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാൻ അറിയാം. അതുകൊണ്ട് വനംവകുപ്പിനെ കുറിച്ച് കുറച്ച് പറഞ്ഞാൽ കുറച്ച് കൂടി പോകുന്ന അവസ്ഥയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് ജനകീയമായി ഇതിനെ ചേർക്കാം, നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാം. എന്റെ ചോദ്യം അല്ല, അതെ ഞാനത് പറഞ്ഞു, എനിക്കൊന്ന് പൂർത്തിയാക്കാൻ അവസരം തരൂ. അങ്ങനെ ഈ മെമ്പറുടെ നേതൃത്വത്തിൽ അവിടെ DFOയ്ക്കും റേഞ്ചറും അടക്കമുള്ള വനംവകുപ്പ് മേധാവികൾക്ക് പരാതി കൊടുത്തിട്ട് നാളിതുവരെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് അധികാരികളോ സാമാന്യ ജനങ്ങളോ കൊടുക്കുന്ന പരാതികൾ മുഖവിലേക്കെടുക്കാൻ അധികാരികൾ തയ്യാറാവാത്തതിന്റെ ദുരന്തമാണ് ഇവിടെ ഇന്നുണ്ടായിട്ടുള്ളത്. ശരി, ഞാനെങ്കിലേക്ക് വരാം. ശ്രീ KS സുനിൽ,
അങ്ങ് പറയും വന്യജീവികളുമായി അങ്ങ് അതിനുവേണ്ടി വളരെ ശക്തമായി വാദിക്കുന്ന ഒരാളാണ്. വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ ഏതറ്റം വരെയും പോകണം എന്ന നിലപാടാണ് അങ്ങേക്കുള്ളത്. പക്ഷെ ആ അറ്റം വരെ പോകുന്നതിന്റെ മറവിൽ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായാൽ നമ്മുടെ നാടിന്റെ ഒരു സ്വഭാവം കൂടിയാണ് എന്നത് വളരെ കുറ്റബോധത്തോടു കൂടി പറയേണ്ടി വരുന്നു. ഇത്തരം ക്രിമിനൽ മെന്റാലിറ്റി അത് പ്രകടിപ്പിക്കുക, ഇത്തരം ക്രൈം ചെയ്യുക, അതിന്റെ പേരിൽ മനുഷ്യരില്ലാതെ പോവുക. നമ്മൾ മനുഷ്യരെ ഇല്ലാതാക്കുന്ന മൃഗങ്ങൾക്കെതിരെ പോരാടുന്ന സമയത്ത് മനുഷ്യർ തന്നെ ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ ഉയർത്തിപ്പിടിച്ചൊരു ആശയം, ഈ കേരളത്തിലെ ഏകദേശം 200 ഗ്രാമപഞ്ചായത്തുകളിൽ 25 അസംബ്ലി മണ്ഡലങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി മനുഷ്യ സംഘർഷമാണ്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവണം. ആ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു ചേർന്ന് സംസ്ഥാനത്തിന്റെ ഒറ്റക്കെട്ടായ അഭിപ്രായമുണ്ടായി അത് രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വലിയ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ നടന്ന പോലുള്ള വലിയ ഐക്യനിര ഇക്കാര്യത്തിൽ രൂപപ്പെടുത്തണം. ആ ഐക്യനിര രൂപപ്പെടുത്തുന്നതിന് പകരം ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഒരു കടുവ ഒരു മനുഷ്യനെ കൊന്നാൽ അപ്പൊ തന്നെ ദേശീയപാത വിരോധിക്കുക, ഒരു ദുരന്തമുണ്ടായാൽ ആ സമയത്ത് റോഡ് വിരോധിക്കുക, ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ ഞങ്ങളെ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തത് ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. ഈ തീരുമാനം എടുക്കുമ്പോൾ വന്യജീവികൾ വനത്തിനകത്ത് പുറത്തു വന്നാൽ ആ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഉണ്ടാവുന്ന ഞങ്ങൾ പറഞ്ഞു. നേരത്തെ വന്യജീവികളെ മനുഷ്യർ തിന്നാനോ അല്ലെങ്കിൽ വന്യജീവികളെ വേട്ടയാടി പിടിക്കാനോ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനോ ഒന്നുമുള്ള അനുവാദം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഓരോ ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലും ഇക്കാര്യത്തിൽ ജനജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ജനജാഗ്രതാ സമിതികൾ കർശനമായി പരിശോധിച്ചാൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം രാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകൾക്ക് പകരം ഇലക്ട്രിസിറ്റി മോഷ്ടിച്ച ഒരാള് ഇത്തരം അപകടം ഉണ്ടാക്കിയാൽ യഥാർത്ഥത്തിൽ അയാളുടെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം പ്രവണതക്കെതിരായി യോജിക്കേണ്ടതാണ്. അതിന് പകരം മാറി നിന്ന് വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും പോകാൻ വേണ്ടി പാടില്ല. ഇവിടെ വളരെ വ്യക്തമായി സംസ്ഥാന മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന വന്യജീവികളെ നായാട്ട് നടത്താനുള്ള അനുവാദം വേണമെന്ന് കേന്ദ്രത്തോട് ഐക്യകണ്ഠേന ആവശ്യപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ തന്നെ കേരളത്തിലെ വനം വകുപ്പ് കുറെ കൂടി കാര്യക്ഷമമാകേണ്ടതുണ്ട്. വനം വകുപ്പ് കാര്യക്ഷമമാകണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി അവർക്ക് വൈൽഡ് ലൈഫ് വാർഡനുള്ള പന്നിയെ വെടിവെക്കാനുള്ള ഉത്തരവ് 1 മിനിറ്റ് കൊണ്ട് റദ്ദ് ചെയ്യുകയാണ് വനം വകുപ്പ് ചെയ്തത്. വനം വകുപ്പ് യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോൾ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഒരു ദിവസം പോലും മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാതെ മലയോരത്ത് അസ്വസ്ഥത പടർത്തി മനുഷ്യൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ പരിശോധന വേണം. ഇത്തരം സാമൂഹ്യ ഇത്തരം പ്രവണതകൾ നിങ്ങളുടെ കൂട്ടായ ആ ശ്രമത്തെ പോലും ഒറ്റുകൊടുക്കുന്നതും റദ്ദ് ചെയ്യുന്നതുമാണ്. ആ തരത്തിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നാളെ മലയോര ജനതയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് ഈ ഭക്ഷ്യയോഗ്യമാക്കണം എന്നുള്ളത്. അതിന്റെ വിപണന സാധ്യത ലക്ഷ്യമിട്ടുകൊണ്ട് മനുഷ്യന്റെ ജീവന് തന്നെ ഹാനികരമാകുന്ന തരത്തിൽ, അവരെ തന്നെ കെണിവെച്ച് പിടിക്കുന്ന തരത്തിൽ, കുഞ്ഞുങ്ങളില്ലാതെ പോകുന്ന തരത്തിൽ ഈ പ്രവണത ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ള സാധ്യതകൾ കൂടി അവശേഷിപ്പിക്കുന്ന തരത്തിലാണ് ഇതുണ്ടായത് എന്നുള്ളതാണ്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതൊരു അപകടമാണ്, ഇതൊരു ഒരാൾ ചെയ്ത ക്രൈമാണ്, അതിന് നടപടി വേണം. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന മുദ്രാവാക്യം മുഴക്കുമ്പോൾ അതിനുള്ള എന്തു തെളിവാണ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ജെക്സി തോമസ്. ഇന്നലെ ഉണ്ടായ ആ സംഘർഷവും റോഡ് തടയലും ഒക്കെ സാധാരണഗതിയിലാണ് എങ്കിൽ ഉണ്ടാവാത്ത ഒന്ന് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവുകയും ഇന്ന് ഈ നിമിഷം വരെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയം തിരിച്ചറിയപ്പെടില്ലേ? ഒരിക്കലുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഈ മെയ് മാസമാണ് പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ഒരു 7 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് പേ വിഷബാധ ഏറ്റു എന്ന സംശയത്തിൻ്റെ പുറത്ത് ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തതിന് ശേഷവും ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. സ്വാഭാവികമായി ആ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ കളക്ടർ ഉൾപ്പെടെ വന്നു. ഞങ്ങൾ ആ കളക്ടറെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളുണ്ടായാൽ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായാൽ, അതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ പ്രതികരിക്കാതിരിക്കാൻ ഞങ്ങൾക്കാകില്ല. മനസാക്ഷിയുള്ളവർ ആരായാലും പ്രതികരിക്കും. അത് ജനകീയമായ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന് LDF പറയുന്നതായി താങ്കൾ സൂചിപ്പിച്ചു. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം, ഇന്നിപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെ
പിന്നെ എന്താ റിപ്പോർട്ടറുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഈ ഷാനുവിൻ്റെ അമ്മ രജനി കൃത്യമായ ഒരു ഇൻ്റർവ്യൂ ബിജു പങ്കജിനാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ കൃത്യമായി KSEBയെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മരണപ്പെട്ട മറ്റൊരു ഇൻസിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുള്ള നമ്മുടെ റഷീദിൻ്റെ സഹോദരൻ പറഞ്ഞു, വളരെ കൃത്യമായി പറയുന്നു, അവരും നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതെ, അവരെല്ലാവരും കൃത്യമായി പറയുന്നു. ഇത്തരത്തിൽ KSEBയെ അറിയിച്ചതിന് ശേഷവും ഇത്തരത്തിൽ KSEB ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ടെടുത്ത് ഇത്തരത്തിൽ പന്നി കെണി ഉണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് നടപടിയെടുക്കാനോ ഒരു തീരുമാനവും KSEBയുടെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദാരുണമായ സംഭവമല്ലേ? അപ്പോൾ സർക്കാരിൻ്റെ വീഴ്ചയുടെ ഭാഗമായിട്ടല്ലേ ഈ കുട്ടി മരിച്ചത്? അപ്പോൾ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള അവഗണന മൂലം, കിട്ടിയ പരാതി പോലും പരിഹരിക്കാത്തത് മൂലം, അതിലുണ്ടായ വീഴ്ച മൂലമാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിഷേധിക്കുന്നത്? നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? എന്നിട്ടോ വിവരം കെട്ട മന്ത്രിമാർ ഒന്നിന് പിറകെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യത്തെ മന്ത്രി പറഞ്ഞെന്താ? ഈ സ്ഥലം മാറി പറയുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം മൂലമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ മാറ്റി തിരിച്ചുമൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞെന്ന് മാത്രമല്ല, അതിനുശേഷം ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, ഞങ്ങൾ അതെല്ലാം അവിടുത്തെ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി വകുപ്പ് കൈയെഴുതുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ഇത്തരത്തിൽ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആ ആരോപണം, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നു. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നത് ആരാണ്? ഒരു 15 വയസ്സുകാരൻ ഇത്തരത്തിൽ സർക്കാരിൻ്റെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണോ എന്ന് ചോദിക്കുന്ന മന്ത്രിയും ആ മന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷവും എന്ത് മെസ്സേജാണ് ഈ പൊതുസമൂഹത്തിന് നൽകുന്നത്? എന്താ പറയുന്നത്? ഞങ്ങൾ ഗൂഢാലോചന നടത്തിയെന്ന് അല്ലേ? എന്ത് ഗൂഢാലോചനയാണ്? ഞങ്ങൾ അവിടെ പോയി പന്നിക്കണി വെച്ചോ? ഞങ്ങൾ ആ കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി അവിടെ പന്നിക്കടിയിൽ തള്ളിയിട്ടോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉത്തരവാദിത്വപ്പെട്ട ഭരണപക്ഷം, സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, വനം മന്ത്രി, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എല്ലാവരും അവർക്ക് തോന്നും പോലെ പറയുകയാണ്. ഇത്തരത്തിൽ ഉത്തരവാദിത്വരഹിതമായി സംസാരിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരും ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ പിണിയാളുകളുമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അപ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഈ ആസൂത്രണം നടത്തി ഉണ്ടാക്കിയ ഒരു കൊലപാതകമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതാണോ ഗൗരവമുള്ളത്? അതോ ഞങ്ങൾ പറഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതിന്റെ പേരിൽ സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് പറഞ്ഞ ആ വാചകമാണോ ശരി? ഞങ്ങൾ പറഞ്ഞതല്ലേ ശരി? സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള KSEBയോടും ഫോറസ്റ്റിനോടും ഒക്കെ നിരന്തരമായി പറഞ്ഞു എന്നിപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ പറയുകയല്ലേ? അപ്പോൾ അത്രയും പറഞ്ഞ് അവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായതിന്റെ ഭാഗമായി ഒരു കുട്ടി മരണപ്പെട്ടാൽ അത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം തന്നെയാണ്. കുട്ടികളുടെ ജീവൻ, കുട്ടികളുടെ പഠനം, കുട്ടികളുടെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ അല്ലെങ്കിൽ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് നമ്മുടെ പൊതുസങ്കല്പം. അവിടെ ഈ ചർച്ചയിൽ തന്നെ പങ്കെടുത്ത 2 പേർ നിരന്തരം ഉന്നയിക്കുന്ന പരാതികളെ കുറിച്ച് പറയുകയാണ്. രജനി, ഈ ഷാനുവിന്റെ അമ്മ, നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഇതിനു മുൻപ് പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് സംഭവിച്ചില്ല എന്ന്. അപ്പോൾ ഒരു സംവിധാനം നേരിട്ടിടപെടേണ്ട കാര്യം ഇടപെട്ടില്ല. അവിടെ നാട്ടുകാർ പരാതി പറയുമ്പോൾ അതും ഉണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ നടപടിയെടുക്കും എന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. ഇനി നടപടിയെടുത്താൽ ഇനി ഇരകൾ ഉണ്ടാകില്ല എന്നതിനപ്പുറത്ത് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുകയുമില്ല. അപ്പോൾ നിരന്തരം പരാതി കൊടുത്തിട്ടും സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് നികത്താനാവാത്ത നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പ്രശ്നം, അത് സംവിധാനത്തിന്റെ തകർച്ച എന്നല്ലാതെ എങ്ങനെയാണ് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത്? ജേക്ക്, തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ തന്നെ ഇപ്പോൾ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഈ സംഭവം ഉണ്ടായ ഈ വൈദ്യുതി മോഷ്ടാവിൻ്റെ വാർഡ് മെമ്പർ കൂടെയാണ്, അദ്ദേഹം തന്നെയാണ് വൈസ് പ്രസിഡന്റ്. അവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു. ഞാൻ അതിനോടൊന്നും പൂർണ്ണമായി വിയോജിക്കുകയല്ല. കേരളത്തിൻ്റെ വനം വകുപ്പ്, അതോടൊപ്പം തന്നെ KSEB ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പരിശോധിക്കപ്പെടുകയും നേരിയ പോരായ്മയെങ്കിലും മറ്റേതെങ്കിലും ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ളതുപോലെ അത് മാപ്പർഹിച്ച് അങ്ങ് പൊറുക്കാവുന്ന ഒരു കുറ്റമായി വിടാൻ പാടില്ല എന്ന സുചിന്തിതമായ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാണുള്ളത്. ആർക്കെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു നേരിയ പോരായ്മയെ
ഒരു മരണത്തിൻ്റെ മുമ്പിലെങ്കിലും അതിനു വേണ്ടിയിട്ട് ഒരു വാക്കുകൊണ്ട് ന്യായീകരിക്കാനുള്ള ഒരു മനസ്സ് മനുഷ്യരായി പറഞ്ഞ ഒരാൾക്കും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ പ്രത്യേകത ഇവിടെ അങ്ങനത്തെ ഒരു അടച്ചാക്ഷേപിക്കലിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ആവർത്തിച്ച് കോൺഗ്രസ് പ്രതിനിധികളുടെ ചില പ്രതികരണങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം മറ്റു ചില ഉദാഹരണങ്ങളെ സൂചിപ്പിച്ചു. ഞാൻ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. കോൺഗ്രസ് ഗൂഢാലോചനയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ കേരളത്തിന്റെ സമീപ ചരിത്രത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ചില സംഭവവികാസങ്ങളുണ്ട്. ആ സംഭവവികാസങ്ങൾ പറയുമ്പോൾ അത് അബദ്ധമായി തീരുകയും അത് പ്രശ്നമായി തീരുകയും കോൺഗ്രസ് പ്രതിനിധികളുടെ ചില ഉദാഹരണങ്ങൾ മാത്രം സ്വീകാര്യമായി തീരുകയും ചെയ്യുക എന്ന് പറയുന്നത് അതിലൊരു പ്രശ്നം. അതായത് ആദ്യഘട്ടത്തിൽ അങ്ങയോട് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ മാധുവിന്റെ ചോദ്യത്തിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ദീർഘമായ രാഷ്ട്രീയം പറഞ്ഞു. അത് മുഴുവനും ഞാൻ കേട്ടു. അങ്ങ് വിമർശനം ഉന്നയിച്ചു, അത് മുഴുവനും കേട്ടു. പിന്നീട് എന്റെ ചോദ്യത്തിലേക്ക് വരണമെന്ന് നിരന്തരം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും ഉദാഹരണങ്ങളിലേക്ക് പോയപ്പോഴാണ് സമയം എന്നത് എല്ലാവർക്കും ഈക്വലായി കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ആ സമയത്ത് അതിലൊരു ഇടപെടൽ നടത്തിയത്. ജേക്ക് അത് മാനിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺഗ്രസ് പ്രതിനിധി വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇതൊരു സർക്കാർ സ്പോൺസർഡ് കൊലപാതകമല്ലേ എന്നത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതിന് സമാനമായ നേരിയൊരു ആരോപണം എൻ്റെ നേരെ ഉന്നയിച്ചു. അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധിയെ സമീകരിക്കും വിധം എന്നോട് ചോദിച്ചു, ആങ്കർ ചോദിച്ച പല കാര്യങ്ങൾക്കും എനിക്ക് ഉത്തരമില്ലല്ലോ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിശദീകരിക്കണമായിരുന്നു. ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയാതിരുന്നത്? ഗൂഢാലോചനയെ സംബന്ധിച്ച് തുവ്വൂരിലും നിലമ്പൂരിലും നാദാപുരത്തും ചവറയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള സമീപകാല കോൺഗ്രസ് അനുഭവങ്ങളായിരിക്കാം വനം മന്ത്രിയെ ഇത്തരം ഒരു പ്രസ്താവനയിലേക്ക് നയിച്ചിട്ടുള്ളത്. ആ പ്രതികരണമാണ് ഞാൻ നടത്തിയത്. അത് അങ്ങേക്ക് സ്വീകാര്യമോ അസ്വീകാര്യമോ ഞാൻ ആ പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഞാൻ ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട്. വൈദ്യുതി മോഷ്ടാവായ ഒരു കള്ളൻ ഇപ്പം അദ്ദേഹം DFOയ്ക്കും മറ്റും പരാതി കൊടുത്തതിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. നമുക്കറിയാം UDF ആണ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അത് നമ്മളുടെ വിഷയമല്ല, ഭരിക്കുന്നത് ആരുമാവട്ടെ. പക്ഷേ സ്വന്തം വാർഡിൽ ഇതേപോലെ നിരന്തരമായി നാട്ടുകാരുടെ ഇപ്പൊ ഈ ചർച്ചയിൽ പല ആവർത്തി ആങ്കറും മറ്റാളുകളും ഒക്കെ കോട്ട് ചെയ്തത് പല ആളുകളുടെയും പ്രതികരണങ്ങളാണ്. എല്ലാ ആളുകളുടെയും പ്രതികരണങ്ങളിൽ നിന്നും ആവർത്തിച്ച് പറയപ്പെട്ടൊരു കാര്യമുണ്ട്. തികഞ്ഞ UDF രാഷ്ട്രീയമുള്ള ലക്ഷണമൊത്ത കോൺഗ്രസ് പ്രവർത്തകനായ വിനീഷ് എന്ന് പറയുന്ന ഈ വൈദ്യുതി മോഷ്ടാവ്, ഈ കള്ളൻ, ഈ കൊലപാതകി, അദ്ദേഹത്തിന്റെ നിരന്തരമായി ഏർപ്പാട് ഇതേപോലെ വൈദ്യുതി മോഷ്ടിച്ച് ഈ കാര്യത്തിനകത്ത് ക്ഷുദ്രജീവികളെ കൊലപ്പെടുത്തി അതിന്റെ മാംസവ്യാപാരം നടത്തുകയാണ് എന്നുള്ളത് പല നാട്ടുകാരും പറയുന്നു. എന്തേ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വന്തം വാർഡിൽ ഇതേപോലെ ഒരു സാമൂഹ്യ വിരുദ്ധൻ, ഒരു വൈദ്യുതി മോഷ്ടാവ്, കോൺഗ്രസ്സുകാരനായ ഒരു കള്ളൻ, 15 വയസ്സുള്ള വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ഒരു കൊലപാതകി നിങ്ങളുടെ സ്വന്തം വാർഡിൽ ഉണ്ടായിട്ട് നിങ്ങൾ KSEBക്ക് അങ്ങയുടെ ലെറ്റർ ഹെഡിൽ ഒരു കത്ത് കൊടുത്തോ? ഒരു കത്ത് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങയുടെ ലെറ്റർ ഹെഡിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്റെ വാർഡിൽ നിരന്തരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വൈദ്യുതി മോഷണം നടത്തിയതാ, ഇതേപോലെ ക്ഷുദ്രജീവികളെ കൊന്ന് അതിന്റെ മാംസവ്യാപാരം നടത്തിയ ഒരു സാമൂഹ്യ വിരുദ്ധനായി ജീവിക്കുന്നു, നിങ്ങൾ ഇടപെടണം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും നിരായുധരാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, KSEB ദയവായി ഇടപെടണം. അങ്ങൊരു കത്ത് കൊടുത്തോ? അങ്ങനെയുണ്ടെങ്കിൽ ആ കത്തൊന്ന് അങ്ങ് ചൂണ്ടിക്കാണിക്കുക. പഞ്ചായത്ത് പരാതി കൊടുത്തോ എന്ന ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇനി അങ്ങയുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയട്ടെ. KSEB എന്തു ചെയ്തു എന്നൊരു ചോദ്യം കൂടി മറ്റുള്ളവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് അങ്ങേക്കൊരു മറുപടി ഉണ്ടോ? ഞാൻ പറഞ്ഞു KSEBയുടെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ അക്ഷന്തവ്യമായ പോരായ്മ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞാൻ പറയില്ല. KSEBയുടെ ഭാഗത്ത് നിന്ന് പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് വലിയ ഉദ്യോഗസ്ഥനെതിരെയും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം. ഒരാൾക്കെതിരെയും അക്കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും ദയ അർഹിക്കുന്ന നിലയിൽ ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഞാൻ ആവർത്തിച്ച് കോൺഗ്രസ് പ്രതിനിധിയോടും ഇവരോടും ഒക്കെ ചോദിച്ചു, എന്തേ DCC പ്രസിഡന്റ് അവിടെ ഉണ്ടായില്ല? നിലമ്പൂരുകാരനല്ലേ? കൊല്ലത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാവ്, സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും സമുന്നത കോൺഗ്രസ് നേതാവായതുകൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ വന്ന് ഉപരോധം നടത്താം. ഞാനതിൽ ഒരു തെറ്റും പറയുന്നില്ല. സ്വാഗതാർഹമാണ് അങ്ങയുടെ സമരം. കൊല്ലത്തു നിന്നുള്ള അങ്ങേക്ക് നിലമ്പൂരിൽ വന്ന് സമരം നടത്താനുള്ള എല്ലാ അവകാശമുണ്ട്, ഒരു തർക്കവും ഇല്ല. പക്ഷെ നിലമ്പൂരുകാരനായ കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റ് എന്ന് അങ്ങയേക്കാൾ വലിയ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവും PCC പ്രസിഡന്റും ഒക്കെ അംഗീകരിച്ച് അരിയിട്ട് വാഴിച്ച നിലമ്പൂരുകാരനായ DCC പ്രസിഡന്റ് എന്തേ നിങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തില്ല? എന്തേ അദ്ദേഹം അല്പമണിക്കൂറുകൾക്ക് മുമ്പ് അങ്ങയും അങ്ങയുടെ സ്ഥാനാർത്ഥിയും ഒക്കെ നടത്തിയ ഈ പൊറാട്ട് നാടകത്തിനെതിരെ അദ്ദേഹം ശബ്ദിച്ചതായിട്ടുള്ള മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ലല്ലോ. ആവർത്തിച്ച് അദ്ദേഹം നടക്കില്ല. മാധവ്, ഇതിവിടെ ക്ലാരിഫൈ ചെയ്യണം. എന്താണ് ജോയിയുടെ ഭാഗത്തുണ്ടായ ക്ലാരിഫിക്കേഷൻ പറയണം. രാഷ്ട്രീയം പറഞ്ഞു പോകുമ്പോൾ പക്വത ഉണ്ടാകണം, മാന്യത ഉണ്ടാകണം. ഇതുപോലെ വിവരക്കേട് പറഞ്ഞു പോകരുത്, വൃത്തികേട് പറഞ്ഞു പോകരുത്.
അല്ല ഇപ്പൊ ഇവിടെ എന്താണ് മാന്യത ഇത്തരത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണ അല്ല, ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇപ്പൊ ജയിക്ക് പറഞ്ഞതിൽ മാന്യതയുടെ- സ്ഥാനാർത്ഥിക്കെതിരായിട്ട് പറഞ്ഞു തെളിയിക്കാമോ? ഞാൻ അങ്ങയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാം. തെളിയിക്കാമോ? ഈ സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും താങ്കൾ തെളിയിക്കാമോ? ഇപ്പോ താങ്കൾ പറഞ്ഞല്ലോ, അതൊന്നും ആ അഭ്യാസം ഒന്നും വേണ്ട. തെരഞ്ഞെടുപ്പ് അണ്ണാൻ കയറ്റ മൂത്താലും മരക്കയറ്റം മറക്കില്ല. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. കാഫിർ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ നീല ട്രോളിയും ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എന്തായി ആരായിരുന്നു കളർ? അപ്പൊ അതൊന്നും പഠിപ്പിക്കണ്ട. ഇവിടെ എന്താ ജോയി പറഞ്ഞിട്ടുള്ളത്? എന്താ സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞിട്ടുള്ളത്? വിവരക്കേട് പറയുന്നോ? വൃത്തികേട് പറയുന്നോ? ശരി ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഞാൻ ചോദിക്കാം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, അങ്ങേക്ക് അദ്ദേഹം പറഞ്ഞതിലൊരു വിയോജിപ്പുണ്ടാക്കുന്നത് പ്രകടിപ്പിച്ചു, അത് അവിടെ നിൽക്കട്ടെ. ശ്രീ ജേക്സി തോമസ്, അങ്ങനെ സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു, സ്ഥാനാർത്ഥിക്കെതിരെ ജോയി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതായി, അത് മോശമാണ്, അത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് ശ്രീ ജ്യോതികുമാർ ചമക്കാല പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്നും ചോദിക്കുന്നു. ഞാനൊരു ആരോപണം ഉന്നയിച്ചതല്ല. ഞാൻ കോട്ട് ചെയ്തത് കേരളത്തിൽ 1, 2, 3 സ്ഥാനം അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങളെയാണ്. ആ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഞാൻ കോട്ട് ചെയ്തത്. അങ്ങേക്ക് മാധ്യമങ്ങളെ ചീത്ത വിളിക്കണമെങ്കിൽ അവരെ നേരിട്ട് ചീത്ത വിളിച്ചോ. എന്നെ ചാരിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെ ചീത്ത വിളിക്കേണ്ടതില്ല. പിന്നെ കോൺഗ്രസ് ആവശ്യമില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോയി സ്ഥാനാർത്ഥിക്കെതിരായി പറഞ്ഞെന്നുള്ളതാണ്. നിങ്ങൾ തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കണം, ഇല്ലെങ്കിൽ ഇത് പിൻവലിക്കണം. ഇതാണ് മര്യാദ, ഇതാണ് പക്വത. അതെ അതെ അതെ. അല്ല, മര്യാദയൊക്കെ വിളിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന എന്തൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് സ്ഥാനാർത്ഥിയുടെ DC പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അത് ചോദിക്കും. ഞാൻ അതിനാ ഇവിടെ ഇരിക്കുന്നത്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, അങ്ങ് വഴങ്ങണം. അങ്ങ് ചോദിച്ചു, അതിന് മറുപടി പറയട്ടെ. ശ്രീ ജേക്സി തോമസ്, അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് അങ്ങ് ചോദിച്ചത്. തെളിവ് വേണ്ടേ? ഇത്തരത്തിൽ ആരോപണങ്ങൾ പറയുമ്പോൾ തെളിവ് വേണ്ടേ? ഓ തീർച്ചയായിട്ടും. അതായത് കേരളത്തിൽ 1, 2 സ്ഥാനം അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങൾ ഇതിനോടകം അങ്ങയുടെ സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങയുടെ DCC പ്രസിഡന്റ്, വെറും DCC പ്രസിഡന്റ് അല്ലല്ലോ, കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റ് എന്ന് അങ്ങയേക്കാൾ വലിയ നേതാക്കന്മാർ, കേട്ടോ, അങ്ങയേക്കാൾ വലിയ നേതാക്കന്മാർ വിലയിരുത്തിയ ആ DCC പ്രസിഡന്റ് അങ്ങയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് ഞാനല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതൊരു മര്യാദയാണ്. ഇതിപ്പോ 3ാമത്തെ തവണയാണ്. ആങ്കർ ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ ആങ്കർ അത് പറ. അല്ല, അങ്ങൊരു കാര്യം ഉന്നയിച്ചു, അങ്ങ് നിരന്തരമായി ചോദിക്കുന്നു. അതിന് മറുപടി പറയട്ടെ, അതൊന്ന് പൂർത്തീകരിക്കാൻ ക്ഷമിക്കൂ. അങ്ങൊന്ന് ക്ഷമിക്കൂ, അങ്ങ് ക്ഷമിക്കൂ, പറയട്ടെ. ശരി ശ്രീ ജേക്സി തോമസ്, അങ്ങനെ ഒരു ശ്രീ ജ്യോതികുമാർ ചമക്കാല അങ്ങത് ഉന്നയിച്ചു, ജയ്ക്ക് അതിന് മറുപടി പറയട്ടെ. ശ്രീ ജയ്ക്ക് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു അങ്ങ്, അതിൽ ചില മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്ത കൊടുത്തു എന്ന് പറയുന്നു. അങ്ങ് അത്രമേൽ വിശ്വസിക്കുന്ന റിപ്പോർട്ടുകളാണ് എങ്കിൽ അങ്ങ് അതിന് തെളിവ് സ്വയമായി സമാഹരിച്ചിട്ടുണ്ടോ, അതോ കണ്ണടച്ചുള്ള വിശ്വാസം? നിങ്ങൾക്ക് പൊതുവെ മാധ്യമങ്ങളെ അത്ര വിശ്വാസം പോരല്ലോ. ഇനി എനിക്ക് പറയാലോ, അദ്ദേഹത്തിന് 4 തവണ ഇടപെട്ടു, സ്വാഭാവികമാണ്. അദ്ദേഹം വന്നിരിക്കുന്ന ഒരു ചർച്ചയിൽ വലിയൊരു പക്വതയും ഇതിൽ നിന്ന് വലിയൊരു മര്യാദയൊന്നും അതൊരു പ്രതീക്ഷ മാത്രമാണല്ലോ, നമുക്കറിയാലോ. ഇരിക്കട്ടെ, എനിക്ക് വേറെ വിയോജിപ്പൊന്നുമില്ല. അദ്ദേഹമാണ് ചർച്ചയ്ക്ക് വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇത്തരം മാർഗങ്ങളെ കൂടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് മലയാള ഭാഷയിൽ പറഞ്ഞു, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ 1ാം സ്ഥാനം അവകാശപ്പെടുന്ന ദൃശ്യമാധ്യമങ്ങൾ ഇതിനോടകം ബ്രേക്ക് ചെയ്ത വാർത്ത ഞാൻ കോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങേക്ക് മാധ്യമങ്ങളെ നോക്കി ചീത്ത വിളിക്കണമെങ്കിൽ അത് അവരുടെ ആഫീസിൽ പോയി ചീത്ത വിളിക്കണം. മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നിട്ട് വായി തോന്നിയത് എന്റെ നേരെ പറഞ്ഞാൽ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ആഫീസിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അല്ല, അങ്ങ് ഇങ്ങനെ ഇടപെടാൻ പോയാൽ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് കേൾക്കുന്നില്ലേ? ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇതൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി കിട്ടുക എന്നുള്ളതാണ് പ്രാഥമികമായി അങ്ങയുടെ ആവശ്യമെങ്കിൽ അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കട്ടെ.
അല്ല എന്തും പറയാൻ CPM-ന്റെ പ്രതിനിധിക്ക് എന്തും പറയാൻ അങ്ങനെ മറുപടി പിന്നീട് പറയൂ. അങ്ങയിലേക്ക് വരുമല്ലോ. അങ്ങേക്ക് മറുപടി പറയാൻ ഞാൻ അങ്ങനെയല്ലേ? പിന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പ് സമയമാണ്. രണ്ടുപേർന്ന് വേണ്ട. ഞാൻ അദ്ദേഹം ശബ്ദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. ആങ്കറുടെ ജോലി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ മിണ്ടാതിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രീ ജ്യോതികുമാർ ചമക്കാല ശ്രീ ജ്യോതികുമാർ ചമക്കാല ഒന്ന് വഴങ്ങണം. ജയ്ക്ക് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഞാൻ അങ്ങിലേക്ക് വരാം. അത്രയും ക്ഷമ കാണിക്കൂ. ജയ്ക്ക് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഞാൻ അങ്ങിലേക്ക് വരാം. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ജയ്ക്ക് പറയൂ. ഞാൻ ആവർത്തിച്ച് ഈ ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും പറഞ്ഞു, അദ്ദേഹം ചോദ്യം ചോദിച്ചത് ആരെ കോട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ലഭിച്ച വിവരം. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, കേരളത്തിൽ പ്രഥമ സ്ഥാനം അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ സ്ക്രീൻഷോട്ട് ഞാൻ ആങ്കർക്കടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിക്ക് അത്തരം വാർത്തകളുടെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ വിയോജിപ്പുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ എഡിറ്റോറിയൽ പോളിസി എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിൽ തടസ്സമില്ലെങ്കിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുക. കൺകുളിർക്കെ കണ്ട് അദ്ദേഹം ഒന്ന് ആനന്ദിക്കട്ടെ. ഇപ്പൊ കേരളത്തിലെ മറ്റേതെങ്കിലും മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയുടെ ആധികാരികത അത് അംഗീകരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് ബോധ്യമില്ലാത്ത വാർത്തയെ പറ്റി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് അങ്ങേക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് ചിലപ്പോൾ സോഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ ജോയി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് മാധ്യമങ്ങളോട് ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും മാന്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെവിടെയെങ്കിലും മറ്റൊരിടത്ത് അതിന് വിഘാതമായ ഒന്നുണ്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇതിന് അത് ആധികാരികമാണ് എന്ന് പറയും? ചിലപ്പോൾ അവർക്ക് സോഴ്സ് ഉണ്ടായിരിക്കും, എനിക്കില്ല. അങ്ങനെ ജോയി പറഞ്ഞതായി എനിക്കറിവില്ല. അങ്ങേക്ക് വ്യക്തിപരമായുണ്ടെങ്കിൽ അങ്ങേക്ക് അത് പറയാം. ആങ്കർ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ DCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ അച്ഛനെ വിളിച്ചെന്നോ അദ്ദേഹത്തെ കായികപരമായി കയ്യേറ്റം ചെയ്തെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം സ്ഥാനാർത്ഥികളുടെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അത് കേരളത്തിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആ കാര്യം ഞാനിവിടെ കോട്ട് ചെയ്തു. അങ്ങേക്ക് വിയോജിപ്പുണ്ടോ, UDF പ്രതിനിധിക്ക് വിയോജിപ്പുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമം ഏറെ ചെയ്ത വാർത്ത അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യത്തോട് പ്രതികരിക്കവേ ഞാൻ കോട്ട് ചെയ്തു. അത് കോട്ട് ചെയ്യാനുള്ള അവകാശം എനിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പള്ളിയിൽ പോയി പറയാൻ പറയും. ഞാൻ എന്ത് കോട്ട് ചെയ്യണം, ഏത് മാധ്യമത്തിലെ ഏത് വാർത്ത എനിക്ക് പരാമർശ വിധേയമാക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്റേതാണ്. അതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. കോൺഗ്രസ് പ്രതിനിധിക്ക് ഇഷ്ടപ്പെട്ട വാർത്ത മാത്രമേ കോട്ട് ചെയ്യാൻ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നിലമ്പൂരിലെ KPCC ആഫീസ് ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് പറഞ്ഞാൽ മതി. മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്നിട്ട് എന്നോട് പറയണ്ട. ഞാൻ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, അദ്ദേഹം അവരെന്നൊക്കെയാണ് എന്നെ വിളിച്ചത്. ആങ്കർക്ക് അതിലൊന്നും ഒരു പ്രയാസമൊന്നുമില്ല. ഞാൻ കേട്ടില്ല. ഈ ചർച്ചയിൽ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യവുമില്ല. ഞാൻ അങ്ങനെ കേട്ടില്ല. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുന്നിടയ്ക്ക് മറ്റൊരാൾ ഇടപെട്ടാൽ അവനെന്നോ അരാഷ്ട്രീയമായി മറ്റെന്ത് പ്രതികരണം നടത്തിയാലും അത് മുഴുവനും കേൾക്കാൻ കഴിയില്ല ആർക്കും. നിങ്ങൾ പ്രേക്ഷകർ കേൾക്കാനാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രേക്ഷകരും കേൾക്കില്ല. പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നടത്തുന്നത്. പ്ലീസ്, ഞാൻ സംസാരിക്കട്ടെ. എന്നോടാണല്ലോ ഇത്രയും നേരം ആപ്തവാക്യമൊക്കെ പറഞ്ഞ ആള് എന്നോടാണല്ലോ. ആരോടാണ്? അപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല എന്ന് വിളിച്ചിട്ട് വിളിക്കുമ്പോൾ എന്നെയല്ലേ വിളിക്കുന്നത്? അതെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ മര്യാദയെ കുറിച്ച്. ആ മര്യാദയോടുകൂടി അങ്ങോട്ട് കേട്ടോണ്ടിരിക്കുക. ഇവിടെ ഞാൻ ആരെയും പരനാറിന്ന് വിളിച്ചിട്ടില്ല. ഇതൊരു ആരോഗ്യകരമായ നിലയല്ല. ഞാൻ ഇവിടെ ഒരു ബാലൻസിംഗ് നടത്തുന്നില്ല. ഒരു മിനിറ്റ് ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഈ ചർച്ച എല്ലാവരിലേക്കും ഓരോ ഊഴം വെച്ച് പോയതാണ്. അതിനിടയിൽ അങ്ങാണ് ഇടപെട്ടത്. അങ്ങ് നിരന്തരമായി ഇടപെടുകയും ചെയ്തു. ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷം അങ്ങ് നിരന്തരമായി ഇടപെടുകയും ചെയ്തു. എന്നിട്ട് മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറയാനുള്ള ധാർമ്മികമായ അടിത്തറ നമുക്കുണ്ടാവില്ല. അങ്ങനെ ഇടപെടുമ്പോൾ അങ്ങ് നിരന്തരമായി ഇടപെട്ടു. ഞാൻ അങ്ങോട്ട് അപേക്ഷിച്ചു, ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അങ്ങ് കേട്ടില്ല. അതിനുശേഷം അങ്ങ് സംസാരിക്കുമ്പോൾ ജയിക്ക് ഇടപെടരുത് എന്ന് അങ്ങേക്ക് നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഏത് അടിത്തറയിൽ വെച്ചാണ്? കേട്ടോളൂ. ഞാൻ പറഞ്ഞുതരാം, താങ്കൾ കേട്ടോളൂ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദം? അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയ്ക്ക് ഞാൻ ഇടപെടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ശരി, താങ്കൾ പറഞ്ഞു നിർത്തി. എപ്പോഴാണ് ഇടപെട്ടത്? തെരഞ്ഞെടുപ്പ് സമയത്ത് നട്ടാൽ കുരുക്കാത്ത നുണ ഏതെങ്കിലും ഒരു ചാനലിന്റെ, ഈ പറയുന്നത് ഏത് ചാനലിന്റെ പേരിലായാലും ഞങ്ങൾ അത്തരം ചാനലുകളെയൊക്കെ ബഹിഷ്കരിച്ചിരിക്കുക. കൈരളിയേക്കാൾ മോശമാണെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്ന ചാനലുകളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ വസ്തുതാപരമായി സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരായി DCC പ്രസിഡന്റ് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതായി കാണിച്ചു തരാമോ?
അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പോ അതിനുശേഷമോ ജോയിയുടെ ഭാഗത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാമോ? ഇല്ല. പിന്നെ ഒരു ചില ചാനലുകളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല വാർത്തകൾ ഏറിയും അതിന്റെ ഒക്കെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അതെല്ലാമാണ് ശരി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത്തരം രാഷ്ട്രീയക്കാരോട് എനിക്ക് പരമപുച്ഛമാണ്. അതിനപ്പുറത്തേക്ക് ഏറ്റെടുക്കാൻ ആരും പറഞ്ഞില്ല. മാധ്യമ വാർത്തയെ നിങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുകയാണുള്ളത്. എന്തുകൊണ്ട് DCC പ്രസിഡന്റ് നിങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തില്ല? എന്തുകൊണ്ട് DCC പ്രസിഡന്റ് നിങ്ങളുടെ സമരത്തിൽ പങ്കെടുത്തില്ല? ഇതാണ് ജനാധിപത്യം അല്ലേ? ഇതാണ് ജനാധിപത്യം അല്ലേ? നീലട്രോളിയെ സംബന്ധിച്ച് ഇവിടെ കാഫിൻ സ്ക്രീൻ വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തിനു വേണ്ടിയായിരുന്നു പാലക്കാട് എന്തിനു വേണ്ടിയായിരുന്നു? എന്നിട്ട് എന്തുണ്ടായി? എന്താ സംഭവിച്ചത്? എന്നാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയോ? പൊള്ളുന്നല്ലേ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടോ? 24 മണിക്കൂർ കഴിഞ്ഞല്ലോ, ധൈര്യമുണ്ട് അറസ്റ്റ് ചെയ്യാൻ? കൈവിട്ടു പോകുമ്പോ ഇത്തരം കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോ ഇങ്ങനെ പിച്ചും പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ അവസരം തേടാനാണോ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ ആവർത്തിച്ച് ചോദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴും ഇതൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രശ്നമോ മറ്റു നേതാക്കൾ നടത്തുന്ന പ്രതികരണമോ എന്നതിനപ്പുറത്തേക്ക് അതിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഉണ്ടായ പ്രതികരണങ്ങൾ, ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഉണ്ടായ നിരുത്തരവാദിത്വമായ നിലപാടുകൾ, സംവിധാനത്തിനുണ്ടായ തകർച്ചയെപ്പറ്റി നിങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ രജി, ശ്രീ ജേക്സി തോമസ് അങ്ങോട്ട് ചോദിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ ഇങ്ങനെ ഒരു കള്ളൻ, ഇങ്ങനെ ഒരു 15 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിന്റെ മരണത്തിന് കാരണമായ ഒരു കൊലപാതകി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ പ്രതിയെ അഭിസംബോധന ചെയ്തത്. അങ്ങനെ ഒരാൾ നിരന്തരം ഈ നിയമലംഘനം നടത്തുന്നത് കണ്ടിട്ട് പഞ്ചായത്തിന് ഒരു ഇടപെടലുമില്ലത് KSEBക്ക് എഴുതി കൊടുത്ത ഉത്തരവാദിത്തമാണ് എന്ന നിലയ്ക്ക് മൗനം പാലിക്കുകയുണ്ടായോ നിങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഉത്തരവാദിത്തരാഹിത്യമാണ്. ഇപ്പോൾ നിങ്ങളാണോ അവരാണോ എന്നുള്ള സാങ്കേതികതയ്ക്കപ്പുറത്ത് അത് ഉത്തരവാദിത്തരാഹിത്യമാണ്. അസംബന്ധങ്ങളാണ് ജയിക്ക് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആരോപിക്കുന്നു ഈ പ്രതി ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ആരോപിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ജെയ്ക്ക് പി തോമസിന് ഈ വിവരം എവിടുന്ന് കിട്ടി? അദ്ദേഹം ഈ പ്രതിയെക്കുറിച്ച് മുൻധാരണയുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആരാണ് ഇയാൾ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണെന്ന് പറഞ്ഞു കൊടുത്തത്? അദ്ദേഹം എൻ്റെ വാർഡിൽപ്പെട്ട ആളല്ല. അദ്ദേഹം ആരോപിച്ചു എൻ്റെ വാർഡിൽപ്പെട്ട ആളാണ് ഈ വിനീഷ് എന്ന് പ്രതികരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എൻ്റെ വാർഡുകാരനല്ല, എൻ്റെ തൊട്ടടുത്ത വാർഡുകാരനാണ് ഈ വിനീഷ്. അദ്ദേഹത്തിന് യാതൊരു കോൺഗ്രസ് കുടുംബ പശ്ചാത്തലവുമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ മനസ്സിലാക്കുന്നത് CPM അനുഭാവിയാണ്. ഇദ്ദേഹത്തിന് പ്രത്യേക എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം UDFകാരനല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിനും UDFിനും ഇന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ല. ജയിക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നാളെ ജയിക്കിന് നേരെ അല്ലെങ്കിൽ CPMന് നേരെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. ജയിക്ക് മറുപടി പറയും. അങ്ങ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. എന്താണ് എന്റെ ചോദ്യം? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇടപെട്ടു. കൃത്യമായി ഇത്തരം പരാതികൾ KSEBക്കും വനം വകുപ്പിനും പോലീസിലും കൃത്യമായി അവിടെ കൊടുത്തു. ഈ പരിക്കേറ്റ കുട്ടിയുടെ ബന്ധു തന്നെ, രജനി തന്നെ ഇന്ന് നിങ്ങളുടെ ചാനലിൽ പറഞ്ഞല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തു. അന്ന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ പഞ്ചായത്ത് പരാതി കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഞങ്ങളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് ഈ പ്രതിയെക്കുറിച്ചും ഈ പ്രതി മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും അവിടെ പരിസരവാസികൾ പറഞ്ഞിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് നമ്മളത് അധികാരികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇത് അധികാരികളുടെ മുമ്പിൽ വളരെ കൃത്യമായി വളരെ മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല തരത്തിൽ അത്തരം ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് ആ സമയത്ത് മാത്രമാണ് അറിഞ്ഞത് എന്ന് പറയുന്നത് ഒരു പരിമിതിയാണ്. ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ജയിക്ക് ഒരു കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളതാണ് അദ്ദേഹം പ്രാദേശിക നേതാവ് എന്ന നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നത്. പാർട്ടി സെക്രട്ടറി അടക്കം അങ്ങടക്കം CPMന്റെ മുഴുവൻ ആളുകളും അടക്കം പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരനായ കൊലപാതകി എന്നാണ്.
രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ അദ്ദേഹം അതിനെ ഡിസോൺ ചെയ്യുന്നു, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് നിഷ്പക്ഷമായി, അല്ലെങ്കിൽ അങ്ങയുടെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാതൃഭൂമിയുടെ മാധ്യമ പ്രവർത്തകരോട് ഇപ്പോഴത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തീരെ പരിചയമില്ലാത്ത ഈ കൊലപാതകയുടെ വാർഡിൽ പോയി ഒന്ന് ചോദിക്കണം, അദ്ദേഹം CPIMന്റെ പ്രവർത്തകനാണോ അതോ ഇനി UDFന്റെ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകനാണോ, ഏത് രാഷ്ട്രീയത്തോടാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ കൂറുള്ളത്, അവർ പറയട്ടെ. ഞാനിപ്പോ ഏകപക്ഷീയമായിട്ട് എന്റെ വാദത്തെ സാധൂകരിക്കാൻ ഒരു പുതിയ വാദം അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ജയ്ക്ക് നിലമ്പൂരിൽ വരണം, ഇത് നിങ്ങൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ പ്രദേശത്ത് പോയി പുത്തിരിപ്പാടം എന്ന പ്രദേശത്ത് അല്ലല്ല പുത്തിരിപ്പാടത്ത് എന്ന പ്രദേശത്ത് പോയിട്ട് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാനും അങ്ങയോട് കൂടി വരാം. അങ്ങ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ജയ്ക്ക് ഉറച്ചു നിൽക്കുന്നുണ്ട് അതൊരു കോൺഗ്രസ്സുകാരനാണോ എന്ന കാര്യത്തിൽ, അല്ലേ? ഞാൻ മാത്രമല്ലല്ലോ, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല, ഇങ്ങനത്തെ ഇടപെടലുകൾക്കകത്തൊന്നും ഒരു പ്രശ്നവും ആർക്കും തോന്നുന്നില്ല എന്നുള്ളത് വിചിത്രമായി തോന്നുന്നു. ഇരിക്കട്ടെ, ചർച്ചയാണത്, നടക്കട്ടെ നല്ല നിലയിൽ. അപ്പോൾ എന്തായാലും ആ വീട് സന്ദർശിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമല്ല ഇദ്ദേഹം വൈദ്യുതി മോഷ്ടിക്കുകയും ഈ കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ സൂക്ഷ്മ രാഷ്ട്രീയം കാണുന്നില്ല. പക്ഷേ ഇവരൊക്കെ വിലയിരുത്തുന്ന വിലയിരുത്തലുകളെ നമ്മളൊരു മാനദണ്ഡമായി സ്വീകരിച്ചാൽ തിരികെ ഇത്തരം വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്, ഞാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഭരണസമിതിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, സാധാരണഗതിയിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും സൂക്ഷ്മമായ വിഷയം പോലും ഒരു ജനകീയ കോടതി എന്നതുപോലെ ആദ്യം പരിഗണനയ്ക്ക് വരുന്നത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് ഭരണസമിതി, വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് എന്നീ ആളുകളുടെ അടുക്കലാണ്. അങ്ങയുടെ മുമ്പിൽ അങ്ങ് തന്നെ കോട്ട് ചെയ്ത വിവിധ വിഭാഗം നാട്ടുകാർ ഈ പ്രതി എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധൻ ഈ വിവിധ കാലയളവുകളിൽ ക്ഷുദ്രജീവികളെ വൈദ്യുതി മോഷണം നടത്തി കൊലപ്പെടുത്തി ആ ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആളാണ് എന്ന് സൂചിപ്പിച്ചിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭരണസമിതിക്കും അതിലൊരു പ്രത്യേക പരാതിയില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന തലയിൽ ആൾതാമസമുള്ള ആളുകളെ ഉത്തരവാദിത്തരാഹിത്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിൽ അറിയാനും ഇടപെടാനും അനുവദിച്ചു നൽകുന്ന അവസരമാണ്. അത് അറിയാതെ പോയെങ്കിൽ അതിന് ഉത്തരവാദിത്തരാഹിത്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായത് ഈ ചർച്ചയിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് CPM പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കോൺഗ്രസ് പ്രതികളും ജെക്സി തോമസും എന്ന നിലയ്ക്ക് വരികയുമുണ്ടായി. ജേക്കിന് പരമാവധി സംസാരിക്കാൻ കഴിഞ്ഞില്ല ചില ഇടപെടലുകൾ കൊണ്ട്. അതൊരു സാങ്കേതിക പ്രശ്നം എന്ന് കരുതി ക്ഷമിക്കണം ശ്രീ ജെക്സി തോമസ്. എന്തായാലും ഇന്നുണ്ടായ സംഭവത്തിന് ആവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതൊരു അപേക്ഷയാണ്. അത് പറയാനുള്ള കാരണം കേരളത്തിൽ ഇത്തരം മരണങ്ങൾ തുടർക്കഥയാവുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതിലൊരു ക്രിമിനൽ പശ്ചാത്തലം കൂടിയുള്ളതിനാൽ കൃത്യമായ നടപടി ആവശ്യപ്പെടുന്നുണ്ട് കേരള സമൂഹം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.